പല്ല് തേയ്ക്കുന്നതിനിടെ 10 വയസ്സുകാരൻ ഇളകിയിരുന്ന പല്ല് അബദ്ധത്തിൽ വിഴുങ്ങി. ശ്വാസകോശത്തിൽ കുടുങ്ങിയിരുന്ന പല്ല് മാർസിലിവ മെഡിസിറ്റിയിൽ ബ്രോങ്കോസ്കോപ്പി വിദഗ്ധ ചികിത്സയിലൂടെ പുറത്തെടുത്തു. മുണ്ടക്കയം സ്വദേശിയായ സ്കൂൾ വിദ്യാർത്ഥിയുടെ പല്ലാണ് ബ്രഷ് ചെയ്യുമ്പോൾ അടർന്നുപോയത്. പല്ല് വിഴുങ്ങിയിരുന്ന കാര്യം കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നു. തുടർന്ന് മറ്റൊരു ആശുപത്രിയിൽ വീട്ടുകാർ കുട്ടിയെ കാണിച്ചിരുന്നു. പ്രാഥമിക പരിശോധനയിൽ പല്ല് വയറിനുള്ളിലേക്ക് വിഴുങ്ങിപ്പോയെന്നാണ് കരുതിയത്. കഴിഞ്ഞയാഴ്ചയായിരുന്നു സംഭവം. 2 ദിവസം കൊണ്ട് കുട്ടിക്ക് ചുമയും പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും പരിശോധന നടത്തി. എക്സ്റേ എടുത്ത് നടത്തിയ പരിശോധനയിൽ പല്ല് ശ്വാസകോശത്തിൽ കുടുങ്ങിയിരിക്കുന്നതായി കണ്ടെത്തി. തുടർന്നാണ് മാർസിലിവ മെഡിസിറ്റിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. പൾമണറി വിഭാഗം മേധാവി ഡോക്ടർ ജെയ്സി തോമസ്, കൺസൾട്ടന്റ് ഡോക്ടർ രാജ് കൃഷ്ണൻ എസ്, അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ മിഥുൻ ജെ എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പി പരിശോധനയിൽ വലത് ശ്വാസകോശ കുഴലിന്റെ ഉള്ളിലായി പല്ലിരിക്കുന്നത് കണ്ടെത്തി. തുടർന്നാണ് ഫൈബ്രോപ്റ്റിക് ബ്രോങ്കോസ്പിക് നടത്തി പല്ല് പുറത്തെടുത്തത്. അനസ്തേഷ്യോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജെയിംസ് സിറിയക്കും ചികിത്സയുടെ ഭാഗമായി. അന്യവസ്തുക്കൾ ശ്വാസകോശത്തിൽ ഉൾപ്പെടെ കുടുങ്ങിയാൽ പുറത്തെടുക്കാൻ പൾമണറി മെഡിസിൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘവും അത്യാധുനിക സജ്ജീകരണങ്ങളും മെഡിസിറ്റിയിൽ 24 മണിക്കൂറും സേവനമുണ്ട്. സുഖം പ്രാപിച്ച കുട്ടി വീട്ടിലേക്ക് മടങ്ങി. ഐഫോറിയ ന്യൂസ്, പാല.